എന്തെങ്കിലും ചെറിയൊരു വേദനയോ അല്ലെങ്കിൽ അസ്വസ്ഥതയോ ഉണ്ടാകുമ്പോൾ എന്താണ് രോഗം എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വായിച്ചിട്ട് എനിക്ക് എന്തോ വലിയ മാരകമായ അസുഖമാണെന്ന് വിചാരിച്ച് ഭയപ്പെടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? ഈ ഒരു മാനസികാവസ്ഥയെ സൈക്കോളജിയിൽ സൈബർ കോൺട്രിയ എന്നാണ് വിളിക്കുന്നത്. ഇത് നിങ്ങളുടെ തലച്ചോറ് ഉണ്ടാക്കുന്ന ഒരു മാനസിക കെണിയാണ്. അപ്പോൾ ഈ മാനസികാവസ്ഥയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ കാരണം വേഴ്സ്റ്റ് കേസ് ബയാസ് എന്നുള്ളതാണ്. ഒരു ചെറിയ ലക്ഷണങ്ങൾക്ക് പോലും ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങളെയാണ് ഗൂഗിൾ പലപ്പോഴും ആദ്യം കാണിച്ചു തരുന്നത്. ഇത് നമ്മളെ പെട്ടെന്ന് ഭയപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാരണം ഇൻഫോർമേഷൻ ഓവർലോഡർ ആണ്. ഇന്റർനെറ്റിൽ അമിതമായിട്ടുള്ള വിവരങ്ങൾ കാണുമ്പോൾ സമാധാനത്തിന് പകരം അവിടെ അനിശ്ചിതത്വവും അതുപോലെ തന്നെ ഉത്കണ്ഠയുമാണ് ഉണ്ടാകുന്നത്. മൂന്നാമതായിട്ട് റീഅഷുറൻസ് ലൂപ്പാണ്. അതായത് വിവരങ്ങൾ കൂടുതൽ അറിഞ്ഞാൽ ഭയം മാറും എന്നുള്ള തെറ്റിദ്ധാരണയിൽ വീണ്ടും വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഡിജിറ്റൽ ഭയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ഗൂഗിളിംഗ് സിംറ്റംസ് എന്നുള്ളതാണ്. അതായത് ഒരു ചെറിയ വേദനയോ അസ്വസ്ഥതയോ ഉണ്ടാകുമ്പോൾ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരു സ്വഭാവം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. രണ്ടാമതായിട്ട് ട്രസ്റ്റ് ദ ഡോക്ടർ നോട്ട് ദ ആൽഗരിതം. രോഗനിർണയം നടത്താൻ ഡോക്ടർക്ക് മാത്രമേ കഴിയുള്ളൂ, അല്ലാതെ ഇന്റർനെറ്റിന് കഴിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് ദ 20 മിനിറ്റ് ഡിലേ. രോഗലക്ഷണങ്ങൾ സെർച്ച് ചെയ്യാൻ തോന്നുമ്പോൾ ഒരു 20 മിനിറ്റ് നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ മാനസികാരോഗ്യവും സമാധാനവുമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇന്ന് തന്നെ ഇന്റർനെറ്റ് ഡോക്ടറാകുന്ന ശീലം നിർത്താം. സ്റ്റോപ്പ് ഗൂഗിളിംഗ്, സ്റ്റാർട്ട് ലിവിംഗ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യൂ.